الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن لله ما في السماوات والأرض ألا إن وعد الله حق ولكن أكثرهم لا يعلمون. هو يحيي ويميت وإليه ترجعون. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ആദ്യമായി എന്നോട് പിന്നെ ഞങ്ങളോട് വസിയത്ത് ചെയ്യുക. സമകാലിക ലോകത്ത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ ഗൗരവമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ഏറെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് കൗൺസിലിംഗ്, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്നാണ് സാധാരണ പണ്ട് കാലത്ത് പൂർണ്ണമായി പറഞ്ഞത്. മാർഗനിർദ്ദേശവും ഉപദേശവും. ഏതൊരു വിഷയത്തിലും നമുക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ആവശ്യമാണ്. ഇവിടെ കൗൺസിലിംഗ് സാധാരണ നിലയിലുള്ള ഒരു ഉപദേശം മാത്രമല്ല. ആധുനിക വിദ്യാഭ്യാസ മേഖലയിൽ കൗൺസിലിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ അധ്യയന മേഖലയിലും കൗൺസിലിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യാവസായിക മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിൽ, ഭരണ മേഖലയിൽ വ്യക്തികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, രാഷ്ട്രാന്തരീയ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ ഈ കൗൺസിലിംഗ് ഇപ്പോൾ വളരെ സമർത്ഥമായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഈ ടെർമിനോളജി, സാങ്കേതിക ഭാഷ ഇങ്ങനെ വികസിച്ചു വന്നിട്ട് വലിയ കാലമൊന്നും ആയിട്ടുണ്ടാവും. ഏതാണ്ട് ഒരു അരനൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ടിൻ്റെ ഇടയിലാണ് ഇത്രയും വലിയ വികാസം ഉണ്ടായത്. കഴിഞ്ഞ ഒരു 10-20-25 കൊല്ലത്തിനിടയിൽ കൗൺസിലിംഗ് വളരെ വലിയ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു സംഗതി. നമ്മുടെ നാട്ടുപുറത്തെ സ്കൂളുകളിൽ പോലും കൗൺസിലർമാരെ ഏർപ്പെടുത്തുന്ന രീതി ഇപ്പോഴുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ ജീവിത പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ ആശ്വാസകരമായ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. The provision of giving assistance and guidance in resolving problems psychologically. പലരുടെയും ഒരുപാട് നിർവചനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൊള്ളാമെന്ന് തോന്നിയൊരു സംഗതിയാണ് ഞങ്ങളുടെ മുന്നിൽ വായിച്ചത്. അതായത് മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മനഃശാസ്ത്രപരമായി മാർഗനിർദ്ദേശവും സഹായവും നൽകുന്ന ഒരു ഏർപ്പാടിനാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇപ്പം എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അവർക്ക് തന്നെ പരിഹരിക്കാൻ സാധിക്കും എന്ന് ആർക്കും ഉറപ്പില്ല. നമുക്കറിയാമല്ലോ,
എത്ര വലിയ മിടുക്കനായാലും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മറ്റു ചിലരുടെ സഹായമാണ്. അങ്ങനെയാണ് മനുഷ്യന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രവാചകന് പോലും ആവശ്യമില്ല. അതുകൊണ്ട് പ്രവാചകൻ ശൂറ സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചു കൊടുത്തിട്ടുണ്ട്. ശൂറയിലുണ്ടായ തീരുമാനം അതിന്റെ അനന്തരഫലം വളരെ മോശമായിട്ട് പോലും ഇനിയും ശൂറ നടത്തണം എന്നാണ് വളരെ നിർബന്ധപൂർവ്വം പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വഹദിന്റെ സന്ദർഭത്തിൽ റസൂൽ സഹാബാക്കളോട് കൂടി ആലോചിച്ച് പട്ടണത്തിന്റെ പുറത്ത് നിന്ന് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. റസൂലിന്റെ അഭിപ്രായം പട്ടണത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രതിരോധിക്കാൻ, പട്ടണത്തിന്റെ പുറത്ത് പോയിട്ട് യുദ്ധം ചെയ്യാൻ ചെറുപ്പക്കാരായ സഹാബാക്കൾ നിർബന്ധിച്ചു. ഒടുവിൽ അവരുടെ അഭിപ്രായത്തിന് റസൂല് അംഗീകാരം നൽകുകയും പടയങ്കേണിക്ക് പുറത്തു പോവുകയും ചെയ്തു. അവർ പടയങ്കേണിയിൽ റസൂലിനെ കണ്ടപ്പോൾ റസൂലിന്റെ മുഖം മ്ലാനമായിരിക്കുന്നത് കണ്ട് സഹാബാക്കൾ ചോദിച്ചു, അല്ല റസൂലെ, ഞങ്ങൾ പറഞ്ഞ അഭിപ്രായം താങ്കൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ താങ്കളുടെ അഭിപ്രായം ശരിയാണ്. ഇല്ല, ഒരു പ്രവാചകൻ പടയം കഴിഞ്ഞാൽ പിന്നെ പിന്നോട്ടില്ലാതെ എന്നിട്ട് പോവുകയും വഹദിൽ വമ്പൻ പരാജയം ആദ്യം വിജയിച്ചു, പിന്നെ രണ്ടാമത് വമ്പൻ പരാജയം കിട്ടുമെങ്കിൽ ഒരുപാട് ആളുകൾ ഷഹീദായി. ഹംസ റളിയല്ലാഹു മുതലാളികൾ ഷഹീദായി. ഒരുപാട് വേദനയും പ്രയാസമായി. അതിനെ അവലോകനം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാബിർഹും ഫിൽ അംർ. നീ അവരോട് ക്ഷമിക്കണം, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണം, ഇനിയും നീ അവരുമായി കൂടിയാലോചിക്കണം, ഉപദേശ നിർദ്ദേശങ്ങൾ തേടണം. അപ്പൊ ജീവിതത്തില് ശൂറയുടെ അല്ലെങ്കിൽ ഉപദേശ നിർദ്ദേശങ്ങളുടെ പ്രാധാന്യം ഒരു പ്രവാചകന്റെ ജീവിതത്തിലെ ഒരു എപ്പിസോഡ് വെച്ചുകൊണ്ട് നമ്മൾ പഠിച്ചു. അത്ര വലിയ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വരുന്ന ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഈ സാങ്കേതിക ഭാഷയിലല്ലാതെ തന്നെ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഇംഗ്ലീഷ് പദമൊന്നുമില്ല. പക്ഷെ ആദ്യ നബി മുതൽ ഇത് ഏർപ്പെടുത്തി വന്നതായി നമുക്ക് ഖുർആനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിന് സന്മാർഗദർശനുണ്ട്, അതനുസരിച്ച് പോകാൻ കഴിയും. പക്ഷെ അത് മതിയാവില്ല എന്നുള്ള ശ്രദ്ധിച്ചു കേട്ടാല് ഒരുപാട് കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കാൻ പറ്റും. അത് പ്രയോജനകരമാവുകയും ചെയ്യും. ഒരു ഒഴുക്കം മട്ടിലുള്ള സാധാരണ കേൾക്കുകൊണ്ട് ഒന്നും ലഭിക്കില്ല. അത് ആദ്യമേ ഓർമ്മപ്പെടുത്താം. നഫ്സിനെ സംബന്ധിച്ചിടത്തോളം, മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് അന്യൂനമായി സൃഷ്ടിക്കുകയും അതിനതിന്റെ മാർഗച്യുതിയെ സംബന്ധിച്ചും സൂക്ഷ്മതാബോധത്തെക്കുറിച്ചും ഒക്കെ വിവരം നൽകുകയും ആ സൂക്ഷ്മത നിലനിർത്തി സംസ്കരിക്കുന്നവൻ ജീവിതത്തിൽ വിജയം പ്രാപിക്കുമെന്ന് പഠിക്കുന്നു. അശ്രദ്ധമായി മനസ്സിനെ വിടുന്നവൻ നാശായി പോകും. മനസ്സിനെ മലീമസമാക്കി വിട്ടാൽ അപ്പൊ മനസ്സിന് നമ്മളെ നശിപ്പിക്കാനും നന്നാക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്നതാണ്. നമ്മൾ നമ്മുടേതാണ് എന്ന് വിചാരിച്ച് കൊണ്ടു നടക്കുന്ന മനസ്സിന് നമ്മളെ നന്നാക്കാനും നശിപ്പിക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. എല്ലാത്തിനും അങ്ങനെ നഫ്സ് എന്ന് എല്ലാത്തിനും നഫ്സുണ്ട്, നമുക്ക് മാത്രമല്ല എല്ലാത്തിനും നഫ്സുണ്ട്. അതുകൊണ്ട് വല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. ഖലഖ സവ്വ ഖദ്ദറ ഫഹദ 4 വാചകങ്ങളിൽ മുഴുവനും വസ്തുക്കളുടെയും ആ ഗൈഡൻസിനെ കുറിച്ച്, അതിന്റെ ജീവിത പ്രവർത്തനത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ഖലഖ സൃഷ്ടിച്ചു, സവ്വ അതിനെ നേരെയാക്കി, പ്രൊഫഷണൽ, ഖദ്ദറ അതിനെ വ്യവസ്ഥയും ചെയ്യിച്ചു, ഫഹദ പിന്നെ മാർഗദർശനം നൽകി. അപ്പൊ എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും ആ സൃഷ്ടിപ്പ് പൂർത്തിയാക്കി സമ്പൂർണമായ ഒരു ലെവലിലേക്ക് നിർത്തുകയും ശുദ്ധവും സംസ്കൃതിത്വമായ ഒരു ലെവലിലേക്ക് നിർത്തുകയും എന്നിട്ട് അതിനെ ഒരു വ്യവസ്ഥ നിശ്ചയിക്കുകയും പിന്നെ ഹിദായത്ത് നൽകി വെച്ചാൽ മാർഗദർശനം നൽകുകയും ചെയ്തു. അവിടെ മനുഷ്യ മനസ്സിനുണ്ട് ഹിദായത്ത്. അപ്പൊ ഈ മനുഷ്യ മനസ്സിന് ഹിദായത്ത് അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകളുടെ സഹായം ഉള്ളതോടൊപ്പം തന്നെ പരീക്ഷിക്കാൻ വേണ്ടി മനുഷ്യ മനസ്സിന്റെ താഴെ അഥവാ മനസ്സ് എന്ന് പറഞ്ഞ സംഗതിയാണ്. ഇന്ന നഫ്സല അമ്മാറത്തും ബിസൂ, ലോവർ സൈക്കിൾ എന്നൊക്കെ പറയാം. അഥമ മനസ്സ്, ആ മനസ്സിലുള്ള വികാരങ്ങൾ ചിലപ്പോ മനുഷ്യനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കും. അപ്പൊ അവനുള്ള മാർഗദർശനം, അവന് ഈ മാർഗദർശനം ബുദ്ധിയിലൂടെ കണ്ടുപിടിക്കാം. അപ്പൊ സ്വന്തം ബുദ്ധി മതിയാവൂല. ചില കാര്യങ്ങളിലുള്ള വികാരം തള്ളിച്ചുണ്ടാവുമ്പോ സ്വന്തം ബുദ്ധി കൊണ്ട് യഥാർത്ഥ
യഥാർത്ഥമായി പോകേണ്ട വഴി കണ്ടുപിടിക്കാൻ പറ്റാതെ മനുഷ്യൻ തെറ്റിലേക്ക് ചാടിക്കും. അത് പറഞ്ഞാൽ കേൾക്കുമ്പോൾ മനസ്സിലാവും, അത് കേൾക്കുമ്പോൾ ലേശം ബുദ്ധിമുട്ടാണെങ്കിൽ. അതായത് നമ്മളൊരു പ്രശ്നം, നമുക്കൊരു വിഷയത്തിൽ ഒരു വൈകാരികമായ ഒരു സമീപനം, ആ വികാരം തള്ളിച്ചുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിന്റെ ഒറിജിനലായിട്ടുള്ള ഗൈഡൻസ്, ആ ഇതായിട്ട് അതിൽ നിൽക്കാതെ അതിന്റെ അപ്പുറത്ത് ചാടിക്കും. എന്താ തെളിവ്? വളരെ വ്യക്തമായി എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല 1ാം ക്ലാസ് തെളിവോടുകൂടി നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ നഫ്സിൽ, ഈ താഴെക്കിടയിലുള്ള അധമ മനസ്സിൽ പിശാചിന് പ്രവേശനമുണ്ട്, വസ്വാസം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിങ്ങനെ നമുക്ക് കാണിച്ചു തരിക. ആദ്യ മനുഷ്യനെ പ്രസന്റ് ചെയ്യാം. ആദമിനോടും അവന്റെ ഇണയോടും പറയുന്നത്, നീ ഇതാ ഈ പൂങ്കാവനത്തിൽ സ്വർഗത്തിൽ താമസിച്ചുള്ള എവിടെയാണ് എന്ത് നിങ്ങളാ പറയാം. പക്ഷെ ആ ഒരു വൃക്ഷത്തോട്, ഈ വൃക്ഷത്തോട് അടുക്കരുത് ചൂണ്ടിക്കാണിക്കുക. അത് ഇഷ്ടകരാണ്. അപ്പൊ അപ്പൊ അവരുടെ ഹൃദയത്തിൽ പിശാച് വസ്വാസം ഉണ്ടാക്കി, ദുർമോദനം, ദുർമന്ത്രം നടത്തി. അവരിൽ നിന്ന് അതുവരെ മറക്കി വെക്കപ്പെട്ടിരുന്ന ഗോപ്യമായ സ്ഥാനങ്ങൾ അവർക്ക് വെളിവാക്കി കൊടുക്കുന്നതിന് വേണ്ടി അവൻ അവരുടെ മനസ്സിൽ ദൗർബോധനം നടത്തി. വളരെ ആഴത്തിലാണ് വിഷയം. ഇത്രയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയാൽ മതി. 2 ആണും പെണ്ണുമാണ്. അവരിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്ന കുറെ സംഗതികളുണ്ട്. പ്രകാശം കൊണ്ടാണ് മറച്ചിരുന്നത്. പക്ഷെ അവര് രണ്ടുപേർക്കും അട്രാക്ഷൻ ഉണ്ട്. അവര് ആ ഒരു ലെവലിലേക്ക് എത്തിയപ്പോ അവരെ അതിനെ വെളിവാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാട്, അതായത് അവരെ കുഴിയിൽ ചാടിക്കാൻ വേണ്ടിയുള്ള പണി ഇബ്ലീസ് ചെയ്തു എന്നല്ല നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. അവൻ പോയി എങ്ങനെ പറഞ്ഞെന്ന് കൂടെ വരും. നിങ്ങളെ ആ സംഗതി ചെയ്യരുത്, ആ പഴത്തോട് അടുക്കരുത് എന്ന്, ആ പഴമല്ല ആ വൃക്ഷത്തോട് അടുക്കരുത് പറഞ്ഞെന്തിനാണ്? നിങ്ങളിവിടെ മാലാഖമാരായിപ്പോ, അല്ലെങ്കിൽ എല്ലാ കാലത്തും ഈ നിത്യനിവാസത്തിൽ തന്നെ ആയിപ്പോവും എന്നതുകൊണ്ടല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. എന്നിട്ട് അവൻ പറയാ, തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകുന്ന ഒരു, നിങ്ങളുടെ നന്മ ഉദ്ദേശിക്കുന്ന ഒരാളാണ് എന്ന് അവരോട് ആണയിട്ട് ഇബ്ലീസ് പറയും. എന്നുവെച്ചാൽ അവരുടെ മനസ്സിൽ ശക്തമായ ആ നിരോധിത സംഗതി എന്താണോ അത് ചെയ്യാനുള്ള ശക്തമായ സമ്മർദ്ദം ഇബ്ലീസ് ചെലുത്തി എന്നുള്ളതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചിത്രീകരണം നടത്തിയാണ്. എന്നിട്ട് ഞാൻ വളരെ വളരെ ഉപദേശിയാണ് എന്ന് പറയാം. അവരാ വഞ്ചനയിൽ അകപ്പെട്ടപ്പോ അവർ താഴ്പോയി. ആ ഔന്നത്യത്തിലുള്ള വലത് കറബ്ന ബനി ആദം, മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആ ഔന്നത്യത്തിൽ നിന്ന് അവർ താഴേക്ക് കടയിലേക്ക് പോയി. അതായത് ചീപ്പായ ചില കളികളിലേക്ക് ആയിപ്പോയി എന്നുള്ളതാണ്. അപ്പൊ ആ വഞ്ചനയെ അവരെ താഴ്ത്തിക്കളഞ്ഞു, അവരുടെ നിലവാരം താഴ്ത്തിക്കളഞ്ഞു. അന്തസ്സുള്ള മനുഷ്യന്മാരുടെ നിലവാരം താഴ്ത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്ന് പറഞ്ഞില്ല, അവരത് ആസ്വദിച്ചപ്പോൾ, ആ വൃക്ഷം ആസ്വദിച്ചപ്പോൾ, അങ്ങനെ എങ്ങനെ വ്യാഖ്യാനിക്കാം? അതായത് അവരുടെ ഗോപ്യമാക്കപ്പെട്ടിരുന്ന സ്ഥലങ്ങളൊക്കെ വെളിവാക്കി, അവർ സമ്പൂർണ്ണ നഗ്നരായി പോയി. അപ്പൊ അവർക്ക് ആകപ്പാടെ നാണം വന്നപ്പോ സ്വർഗത്തിലെ ചില ഇലകൾ പറിച്ച് അവരെ നാണം മറയ്ക്കാൻ തുടങ്ങി. വനാദാഹുമാ റബ്ബുഹുമാ, അന്നേരം അതെവിടെയാ? അന്നേരം അവരുടെ രക്ഷിതാവ് വിളിച്ചു, അലം അൻഹാകുമാ അൻ തിൽകുമാ ശജറത വഅഖുല്ലകുമാ ഇന്ന ശൈത്താന ലകുമാ അദുവ്വു മുബീൻ. അല്ല, ഞാൻ നിങ്ങളെ രണ്ടുപേർക്കും അത് നിരോധിച്ചിരുന്നല്ലേ? നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങളെ മനസ്സിൽ ദുർമന്ത്രം നടത്താനുള്ളൊരു പിശാചിപ്പിടണ്ട്, നേരത്തെ സുജൂദ് ചെയ്യാതെ സാധനമുണ്ടല്ലോ, അത് എല്ലാ കാലത്തും ശത്രുവായിരിക്കും, നിന്റെ മനസ്സിൽ ദുർമോദനം നടത്തും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഹിദായത്ത് നൽകിയിരുന്നില്ലേ? അപ്പൊ ഹിദായത്ത് നൽകിയിട്ടും നിങ്ങളൊരു ആവശ്യം വന്നപ്പോ ഹിദായത്ത് പ്രയോജനപ്പെടുത്താതെ നിങ്ങൾ വൈകാരികമായ ഒരു സമീപനം സ്വീകരിക്കുകയും നഷ്ടമുണ്ടാകുകയും ചെയ്തു. അപ്പൊ അവർക്ക് മനസ്സിലായി, മനുഷ്യൻ
യഥാർത്ഥത്തിൽ അവന്റെ ബുദ്ധിയും ശക്തിയും ഒക്കെ മാറ്റിവെച്ചിട്ട് അവന്റെ വികാരത്തിന് തള്ളിച്ചിട്ട് മുന്നോട്ട് വന്നപ്പോ അവൻ കുറ്റവാളിയായി പോയി എന്ന് മനസ്സിലായി. ഉടനെ ആദ്യമായിട്ട് മനുഷ്യൻ ഖേദിക്കുന്നവിടെയാണ്. അല്ല, അവർ രണ്ടുപേരും പറഞ്ഞു, റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പക്ഷേ ഞങ്ങൾ രണ്ടാളും അക്രമം ചെയ്തു പോയി, തെറ്റ് പറ്റിപ്പോയി. അതുകൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം പോക്കാണ്. അപ്പൊ ഇതിവിടെ പറയുന്ന സ്ഥലത്ത് അറാഫിൽ പറയുന്നു. വേറെ സ്ഥലത്ത് ബഖറയിൽ കുറച്ചുകൂടി ഇതിന്റെ മുന്നിൽ ഇടയ്ക്കൂടി ഒരു സാധനം പറയുന്നു. ദുഃഖം ഖേദം വന്നപ്പോ അല്ലാഹു തആല പഴയ കൊടുത്ത ഹിദായത്തുണ്ടല്ലേ, അത് അവനെ പ്രേരിപ്പിച്ചു പടച്ചോനെയും മടങ്ങാൻ, തൗബ ചെയ്യാൻ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിച്ചു. എന്നിട്ടും പറയാൻ നിങ്ങൾ പോയിക്കോളൂടെ തൗബ സ്വീകരിച്ചു. അതായത് അത് ദുനിയാവിലേക്ക് സൃഷ്ടിച്ച മനുഷ്യന് എങ്ങനെയാണ് അവന്റെ മനസ്സിന്റെ പ്രവർത്തനം എന്ന് അവന് തന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമിലുള്ള ഒരു സംഗതി. അതായത് എത്ര ഹിദായത്തും ബുദ്ധിയും കഴിവും ഉണ്ടെങ്കിലും ശരിയായ ഒരു മാർഗദർശനം ലഭിക്കാൻ അഡീഷണൽ കൗൺസിലിംഗ് ആവശ്യമാണ്. അങ്ങനെയാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് എടുത്ത് പറയുന്നുണ്ട്, അതായത് നിങ്ങള് പുറത്തേക്ക് വിടുമ്പോ നിങ്ങൾക്ക് ദുനിയാവിൽ ഒരു നിശ്ചിത കാലത്തിൽ ജീവിതമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നിൽ നിന്ന് പ്രവാചകന്മാർ എന്തെങ്കിലും ഹിദായത്തുമായി വന്നാൽ ഈ ഉള്ള ഹിദായത്തിനോടൊപ്പം അത് നിങ്ങൾ സ്വീകരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ, ആദം നബി പുറത്തു വന്ന ആദം നബിയെ അദ്ദേഹത്തെ തന്നെ ഒരു നബിയാക്കുകയാണ് ചെയ്തത്. ബാക്കിയുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യ മനസ്സിന്റെ സ്വച്ഛമായ കഴിവിനോടൊപ്പം തന്നെ ഒരു അഡീഷണൽ കൗൺസിലിംഗ്, അതായത് അഡീഷണൽ റഹ്മത്ത് അല്ലാഹു തആല ഏർപ്പെടുത്തലാണ് പ്രവാചകന്മാർ വഴിയുള്ള ദിവ്യബോധനം. ആ ദിവ്യബോധനം എല്ലാം കൗൺസിൽ, ബൈബിളായാലും തോറയായാലും അതുപോലെ ഖുർആനായാലും എല്ലാം ആ നിലയ്ക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതലത്തെ എഡിഷനാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ്. ഈ മൊത്തം പ്രപഞ്ചത്തിന്റെ എല്ലാത്തിന്റെയും ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇത് പറഞ്ഞിരുന്നത്. അവന്റെ ഈ വാഗ്ദാനം സത്യമാണ്. അവനാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും, അവനേക്കാണ് നിങ്ങൾ മടങ്ങിച്ചെല്ലുന്നതും എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് അലാ ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് അലാ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. ശ്രദ്ധിക്കുക, അല്ല മനസ്സിലാക്കുക, അറിയുക, ഈ പ്രപഞ്ചം മുഴുവനും അല്ലാഹുവിന്റെ അടുത്താണ്. അതുകൊണ്ട് ഇതിന്റെ കൺട്രോളും അല്ലാഹുവിന്റെ അടുത്താണ്, മാർഗദർശനം നൽകുന്നതും അല്ലാഹുവാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ് നിങ്ങൾ മടങ്ങിപ്പോകുന്നത്. അടുത്ത് പറയും അവനിലേക്കാണ് നിങ്ങൾ മടങ്ങിപ്പോകുന്നത്. ജീവിപ്പിക്കുന്നവൻ തന്നെയാണ്, മരിപ്പിക്കുന്നവൻ തന്നെയാണ്, മടങ്ങിപ്പോകുന്നവനെയാണ്. അപ്പൊ ഇവിടെയുള്ള ആ കാലഘട്ടത്തിൽ എങ്ങനെ നിങ്ങളും നിങ്ങളുടെ മനസ്സുമൊക്കെ പ്രവർത്തിക്കണമെന്നതിനെ കുറിച്ച് നല്ലോണം അല്ലാഹുവിന് അറിയാം. അതുകൊണ്ട് പക്ഷെ അധികം ആളുകളും ഇതൊന്നും മനസ്സിലാക്കാത്ത ആളുകളാണ് എന്നുള്ള. മനസ്സിലാക്കാത്തത് എന്താ കുഴപ്പം? അത് അവരുടെ കുഴപ്പം കൊണ്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു. അഫലം യസീറു ഫിൽ അർളി ഫതകൂനു ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ വ ആദാനും യസ്മഊന ബിഹാ ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ. അവർ ഈ ഭൂമിയിൽ സഞ്ചരിച്ചിരുന്നു അല്ലെങ്കിൽ ചുറ്റുപാടൊക്കെ നോക്കി പഠിച്ചിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ നിഷേധിച്ചുകൊണ്ട് താന്തോന്നികളായി ജീവിച്ച ഒരുപാട് ജനതകളെ ഇവിടെ നാം തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. അവരുടെ കിണറുകളും കോട്ടകൊത്തളങ്ങളും അവരുടെ തടാകങ്ങളും അതുപോലെ കൊട്ടാരങ്ങളും പുൽമേടുകളും എല്ലാം ഇങ്ങനെ തകർന്നടിഞ്ഞ് കിടക്കുന്നത് അവർക്ക് കാണാമായിരുന്നു. അവർക്ക് കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയുമൊക്കെ ഉണ്ടാകുമായിരുന്നു. നാം അതൊക്കെ കൊടുത്തു, സമയം ബസീറുമൊക്കെയാണല്ലോ അവർ കൊടുത്തത്. പക്ഷെ അവരതൊന്നും ചെയ്യുന്നില്ല. അതായത് അവരുടെ കണ്ണല്ല അന്ധമാകുന്നത്, വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫി സുദൂർ. അവരുടെ ഹൃദയം, അവരുടെ മനസ്സ് തുറക്കുന്നില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അവർ മനസ്സ് തുറക്കുന്നില്ല. അവർ താൽക്കാലികമായ ലാഭമാണ് യഥാർത്ഥത്തിൽ മുന്നിൽ കാണുന്നത്. ഇപ്പോ 25,000 രൂപയുടെ 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുണ്ട് ബാങ്കിൽ നിന്നാലേ കിട്ടുമെങ്കിൽ ഇപ്പൊ തന്നെ കിട്ടും എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്ന ആളുകളെ കുറിച്ച് എനിക്ക് വിവരം കിട്ടിയിരുന്നു.
അതായത് അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. കാരണം ഈ 50,000 പിരിച്ചു കൊടുക്കണല്ലേ. അപ്പൊ അതിനേക്കാൾ ഈ എന്ത് സ്ഥല ഫല അതൊന്നും നമ്മൾ കേറില്ല എന്നുള്ളതാണ്. മനസ്സിനാണ് കയറില്ല. കാരണം കയ്യിരിക്കണ നോട്ടാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. അവിടെയാണ് ഇപ്പോഴത്തെ വിഷയം. ഇവിടെയാണ് എല്ലാ ആളുകളുടെയും വിഷയം തന്നെയാണ്. ഈ ലോകത്ത് എല്ലാവിധത്തിലുള്ള കുഴപ്പങ്ങളും കുതന്ത്രങ്ങളും ഭയങ്കര വീർവാദങ്ങളും ഒക്കെ അടിച്ചും പ്രസംഗിച്ചും എഴുതിയും ആളെ ഭരിച്ചും ഭരിച്ചും ഒക്കെ നടക്കണ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ളവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇവിടെ എങ്ങനെ നേതാവാം, ഇവിടെ എങ്ങനെ ആളാവാം, ഇവിടെ എങ്ങനെ മറ്റുള്ളവരെ ഭരിക്കാം, ഇവിടെ എങ്ങനെ ജീവിക്കാം എന്ന ഇബ്ലീസിന്റെ ആ വസ്വാസം ഉണ്ടല്ലോ. ആ അന്ന് ഉണ്ടാക്കി കൊടുക്കാൻ നീ നിന്റെ ഭാര്യയും കൂടി ഇവിടെ അവിടെ ആ പറഞ്ഞ നിരോധിച്ച സാധനം ഉണ്ടല്ലോ അത് ചെയ്താലേ നിനക്ക് ഇവിടെ ഹുൽദത്ത്, അതായത് എന്നെന്നും ആനന്ദത്തിൽ നീ ആറാടി പോലെ നീ മലക്കായി പോവും എന്ന് അള്ളാഹ് പേടിയാ. എന്നാണ് ഇബ്ലീസ് പറഞ്ഞു കൊടുത്തത്. അത് തന്നെയാണ് ആ ഇബ്ലീസിന്റെ പുതിയ മോഡൽ. ഇപ്പൊ ഇംഗ്ലീഷിൽ ടെർമിനോളജി നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അതായത് ഇൻസ്പിറേഷൻ, ഇമ്പൾസ്, മറിച്ചത്. അതായത് നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയത്തിന്റെ വഴിയിലേക്ക് വിളിക്കണം, ഉറക്കെ വിളിക്കാൻ ആളെ ഏർപ്പാടാക്കിയിരുന്നു. അയ്യാടെ സ്വലാത്ത് പറഞ്ഞാൽ എന്താണ്? നോട്ട് വന്ന് നിസ്കരിച്ചൂട്, എന്നിട്ട് വിജയിച്ചൂട് അയ്യാൽ ഫലാ എന്നൊക്കെ പറയാം. അതവിടെ നിൽക്കട്ടെ തൽക്കാലം, ഇപ്പൊ ഈ പൈസ മാറിയെടുക്കണം എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയ്ക്ക് പല ആളുകൾ നമ്മൾ വെറുതെ തന്നെ പോയി നോക്കി, എത്രയോ പേരുള്ള ഈ സമുദായത്തിന്റെ പേരുള്ള ആളുകൾ അവിടെ ക്യൂവിൽ ഇടിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് തന്നെ പറഞ്ഞതാണ് അധികം ആളുകളൊന്നും മനസ്സിലാവില്ല എന്നുള്ള. ജനങ്ങളിൽ അധികം ആളുകളും യഥാർത്ഥത്തിൽ അഖിൽ ബുദ്ധി ഉപയോഗിക്കാത്തവരാണ്. പഠിച്ചോൻ പറയാണ് അധികം ആളുകളും ഈ പറഞ്ഞതൊന്നും വിശ്വസിക്കൂല, ബുദ്ധി ഉപയോഗിക്കൂല, മനസ്സ് തുറക്കൂല, കണ്ണ് തുറക്കൂല, ഒന്നും കേൾക്കൂല. അങ്ങനെയുള്ള ആളുകൾ അവരെ എളുപ്പം ഇബ്ലീസിന് വസ്വാസിലേക്ക് അങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും നല്ല ശുദ്ധമായ ചുറ്റുപാടിൽ വളരെ സംസ്കൃതചിത്തമായി സൃഷ്ടിച്ചുണ്ടാക്കിയ അള്ളാന്റെ 2 സെറ്റുകൾ ഇവിടെ വാപ്പയുമ്മയും അവിടെ പോയിച്ച് ഒരു വസ്വാസ്, ഒരു ലേശം അനുഭൂതിയുടെ വസ്വാസ് ഉണ്ടായപ്പോ, അനുഭൂതി ഏത് തരത്തിലാവാം, വസ്വാസ് ഉണ്ടായപ്പോ ഉടനെ തന്നെ പടച്ചോനെ മറന്നിട്ട് ചോദിക്കേണ്ടത്, അല്ലടോ നിങ്ങൾ രണ്ടാളോട് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഇബ്ലീസ് ഇങ്ങനെ അലങ്കൃതമായി കാണിച്ചിരും. ഇബ്ലീസ് എപ്പോഴും അത്തരം പ്രവർത്തനങ്ങൾ നല്ല അലങ്കാരമായി കാണിച്ചു തരും. ജുമ്മ കിട്ടിയാലും ഓഹസ്കരിച്ചാലും മതിയില്ല, അതിനും ഫത്വ കുഴപ്പമില്ലല്ലോ എന്ന് ഇബ്ലീസ് ഉടനെ തന്നെ നല്ല ഒരു ഫത്വ നൽകുന്നത്. ഇബ്ലീസിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഇബ്ലീസ് മൂസാ നബിയെ സുബൈസ്കരിക്കാൻ വിളിച്ചുണർത്തിയെന്നാണ് കഥ. മൂസാ നബി അന്തപ്പെട്ടു ഇബ്ലീസ് വിളിച്ചോളൂ, സുബൈസ്കരിച്ചോളൂ, സൂര്യ ഉദിക്കുന്ന സുബൈസ്കരിച്ചോളൂ എന്ന് വിളിച്ചുണർത്തിയത്. മൂസാ നബി എന്താണ് ഇബ്ലീസ് നിനക്ക് പറ്റിയത്? നീ എങ്ങാനും സുബൈ നിസ്കരിക്കാതെ കിടന്ന പിന്നെ നിന്റെ ഒരു തൗബയും ഇസ്തിഗ്ഫാറും ദുആയൊക്കെ കൂടെ ആയിട്ട് ഇന്ന് മുഴുവൻ നീ നിന്റെ പടച്ചോനോടെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട, തൽക്കാലം കുറഞ്ഞതുകൊണ്ട് മതി എന്ന് പറഞ്ഞു. വളരെ ആരെഴുതിയാലും അത് വളരെ വലിയൊരു സംഗതിയാണ്. കാരണം എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ പ്രവാചകന്മാര് പിന്നെ തൗബയിലും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുത്ത് മടങ്ങലും ഭയങ്കരമാണ്. അപ്പൊ ഇബ്ലീസിന്റെ ഒരു പണിയും നടക്കൂല. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ ഇബാദത്ത് മതി എന്നാണ്. കാര്യം എന്തായാലും ഇബാദത്ത് എടുക്കും. അപ്പൊ ആ ഇബാദത്ത് എടുക്കുന്നവരെ പോലും, പ്രവാചകന്മാരെ പോലും അങ്ങനെ അവരുടെ മനസ്സിനെ ഇളക്കാൻ കഴിവുള്ള ഒരു ശക്തമായ ഒരു നെഗറ്റീവ് ഫോഴ്സ് നമ്മുടെ മനസ്സിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഈ നെഗറ്റീവ് ഫോഴ്സാണ് എല്ലാ ബ്ലോക്കുകളും ഉണ്ടാക്കുന്നത്. സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുന്നത് മുഴുവൻ. അപ്പൊ കുടുംബത്തിൽ പ്രശ്നമാവും, അതുപോലെ തന്നെ സമൂഹത്തിൽ പ്രശ്നമാവും, അഡ്മിനിസ്ട്രേഷൻ പ്രശ്നമാവും. ആ ബ്ലോക്കിനെ മനഃശാസ്ത്രപരമായി എങ്ങനെ മാറ്റാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ആയത്തുകളാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യന്മാരെ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് ഒരു ഉപദേശം, ഒരു കൗൺസിലിംഗ് വന്നിരുന്നു. അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ആ രോഗങ്ങളുണ്ടല്ലോ, അജ്ഞത കൊണ്ടും അസൂയ കൊണ്ടും അങ്കലാപ്പും അസ്വസ്ഥതയും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്ന ആ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ, അത് മാറ്റാൻ ഏറ്റവും പറ്റിയതാണ് ശിഫാഉൽ ലിമാ ഫിസ്സുദൂർ. അപ്പൊ നമ്മൾ ഖുർആൻ പാരായണം ചെയ്താൽ, ഖുർആൻ പഠിച്ചാൽ നമ്മുടെ മനസ്സിലെ പ്രായോഗിക ജീവിതത്തിലെ പ്രശ്നങ്ങളുള്ള ബ്ലോക്ക് മാറി കിട്ടുന്നെങ്കിൽ മാത്രമേ അത് നമുക്ക് ശിഫായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. വഹുദം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ,
വിശ്വസിക്കുന്ന ആളുകൾക്ക് അതൊരു അനുഗ്രഹവും സന്മാർഗ ദർശനമാണ്. നീ ഉറക്കെ തന്നെ പറയാം, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്കിത് ലഭിച്ചത്. അതുകൊണ്ട് ഈ ഖുർആനെ കുറിച്ച് പറയാനിരിക്കാനും ഈ ഖുർആനെ കുറിച്ച് ആലോചിക്കാനും നമുക്ക് അവസരം ലഭിക്കുന്നത് അവർ സമ്പാദിച്ചുണ്ടാക്കുന്ന മറ്റെന്തിനേക്കാളും ഉത്തമമാണ് എന്ന് ഉറക്കെ നീ അവരോട് പറഞ്ഞു കൊടുക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ ഇത്ര ആഴത്തിൽ നമ്മുടെ മനസ്സിനെ നേരെയാക്കി തരാനുള്ള കഴിവുള്ള പരിശുദ്ധ ഖുർആനുമായിട്ട് നമ്മൾ നടക്കാം. പക്ഷെ അതങ്ങോട്ട് മടക്കി വെച്ചിട്ട് നമ്മൾ വേറെ പണിക്ക് പോകുമ്പോൾ യഥാർത്ഥ സത്യവിശ്വാസത്തിന്റെ ഉന്നതമായ പ്രതിഫലനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവില്ല. നമ്മളാർക്കും വേണ്ടാത്ത കള്ളച്ചരക്കുകളായി മാറും. അതാണ് ആധുനിക ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. മറിച്ച് ഖുർആനിലേക്ക് മടങ്ങിയാൽ യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്തമമായ സൗഭാഗ്യങ്ങൾ അല്ലാഹു നമ്മുടെ ജീവിതത്തിലൂടെ കാണിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അത് അനുഗ്രഹമാവും. ആളുകൾ ദീനിനെ തേടി പിടിച്ചു വരും. അങ്ങനെയുള്ള ആ പ്രവർത്തനം നടത്തുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അവരുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീ സുൽത്താനി സുബ്ഹാനക ലാ നഹ്സിന കമാ അത്നൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ ഖുദാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹൽ ഇഖ്വത്തുൽ അഹിബ്ബാ ഉസിക്കും വഇയ്യായ സാനിയൻ ബിതഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്നതോടെ നിങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ കൗൺസിലിംഗ് ഒരു തപ്പുകൊണ്ടുള്ള വസിയത്തല്ല, അത് കൗൺസിലിംഗ് ആണ്. പൊതുവെ ഒരു മാസ് കൗൺസിലിംഗ് ആണ്. ഖുർആനൊരു കൗൺസിലിംഗ് ആണ്. അതേപോലെ ഖുതുബയും ജനങ്ങൾക്ക് സമാധാനവും ആശ്വാസമാണ്. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വിളിച്ചു വരുത്തിയാൽ നീറുന്ന മനസ്സുമായി ഓടി വരുന്നവനടുത്ത് കർമ്മശാസ്ത്രത്തിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ വിളമ്പിച്ച് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകാനല്ല റസൂൽ ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ വ്യത്യസ്തമായ ഗ്രൂപ്പുകളുടെ വിമർശനം നടത്തിയിട്ട് മനുഷ്യ മനസ്സിനെ കീറിമുറിച്ചു വിടാനല്ല അല്ലാഹുവിന്റെ റസൂൽ ഈ ഖുതുബ ഉപയോഗിച്ചിട്ടുള്ളത്. ഓരോ വളരെ ഹ്രസ്വമാണ് ഖുതുബയൊക്കെ. അതൊക്കെ പരിശോധിച്ച മനസ്സിലാവും. എല്ലാ മനുഷ്യന്മാർക്കും പ്രശ്നങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, അഭിലാഷങ്ങൾ നേടാത്ത നിരാശയുണ്ട്. അതിനൊക്കെ നല്ല മരുന്നുകൾ ശിഫ ഉണ്ടാക്കി കൊടുക്കലാണ് ഖുതുബയിലൂടെ. അതുകൊണ്ട് റസൂലിനോട് എപ്പോഴും അല്ലാഹു അത് നിർദ്ദേശിച്ചത് നീ ഓർമ്മപ്പെടുക, ഉത്ബോധിപ്പിക്കുക. ഉത്ബോധനം തന്നെയാണ് ഉപദേശം, ഉപദേശം തന്നെയാണ് കൗൺസിലിംഗ്. നീ കൗൺസിൽ അതായത് അത് പ്രയോജനം ചെയ്യുമെന്ന് കാണുന്നിടത്തൊക്കെ നീ അത് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. വേറെ സ്ഥലത്ത് കുറച്ചുകൂടി ഗൗരവത്തോടെ നീ കൗൺസിൽ ചെയ്തുകൊണ്ടേയിരിക്കുക. അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് എപ്പോഴും പ്രയോജനകരമായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അല്ലാഹുവിന്റെ കലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ കലാമിന്റെ ഒരു പ്രത്യേകത അത് ശിഫയാണ് എന്ന് നമ്മളോട് പറഞ്ഞല്ലേ. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ കലാമ് നമ്മളിലേക്ക് എത്തിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഒരു പ്രവാചകനെ കൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുന്നത് ഹൃദയ സ്പർശായപ്പെട്ട റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഇബ്രാഹിം നബി എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പറയാ ഈ ജനതയ്ക്ക് അവരിൽ നിന്ന് തന്നെ ഒരു പ്രതിനിധി പ്രവാചകനെ നീ അയച്ചോളൂ. എന്തിനാണത്? അവരോട് നിന്റെ കലാമുകൾ ഓതി കേൾപ്പിക്കാൻ, നിന്റെ ഈ തത്വോപദേശം, ദിവ്യജ്ഞാനം, ദിവ്യ ദൃഷ്ടാന്തം, ഒരു ദിവ്യമായ ഉപദേശം, അതായത് ദൈവികമായ ഉപദേശം അവരുടെ ഓരോ വാക്കും അത് മനുഷ്യന് ആശ്വാസം നൽകുന്നതാണ്, മനുഷ്യന്റെ വേദനയ്ക്ക് മരുന്ന് പുരട്ടുന്നതാണ്. ഒരൊറ്റ വാക്ക് പോലും അതിൽ നിന്ന് നമുക്ക് അടർത്തി മാറ്റാൻ പറ്റില്ല. അത്ര ആശ്വാസകരമായിട്ടായിരിക്കും ഓരോ വാക്കും. നമ്മൾക്ക് ഉപദേശങ്ങൾ മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എന്തെല്ലാം തരത്തിലാണ് അത് പറയുന്നത്. പാപ്പ മോനോട് പറയാ അഭിനയ, അല്ലയോ പ്രിയപ്പെട്ട മോനെ, അത് ലുക്കുമാനിന്റെ ഭാഷയിലുണ്ട് പറഞ്ഞു വരിക.
പിന്നെ ചിലപ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മളോട് താക്കീത് ഏൽപ്പിച്ചിട്ട് നിങ്ങൾ എല്ലാത്തിനെയും പിടിച്ച് ഞാൻ നരകത്തിലിടും എന്ന് പറയുന്നത് നമ്മളോട് വൈരാഗ്യമോ ദേഷ്യമുണ്ടല്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ എന്നെ വിട്ടുപോയാൽ അതിന്റെ വ്യവസ്ഥയുടെ ഭാഗമാണ്, നീതിയുടെ ഭാഗമാണ്. അതായത് എന്നിലേക്ക് ആരെങ്കിലും മടങ്ങി വരാൻ തയ്യാറായാൽ ഞാൻ എപ്പോഴും അവനെ മാർഗദർശനം ചെയ്തു കൊള്ളാം. സത്യവിശ്വാസികളെ ഏത് വഴിതരണിയിൽ നിന്നും രക്ഷിക്കേണ്ടത് എന്റെ ഒരു ബാധ്യതയായി തന്നെ നാം തീരുമാനിച്ചിരിക്കുന്നു. സമകാലിക ലോകത്ത് തീവ്ര ഇടതുപക്ഷ ചിന്താഗതിക്കാര് ലോകത്തിൽ പലയിടത്തും അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കും. കാരണം അവരുടെയൊക്കെ മുഖമൊത്തം നമുക്കറിയാം. അതായത് അവർ മൊത്തത്തിൽ ആഗോളാടിസ്ഥാനത്തിലായാലും മറ്റു നമ്മുടെ രാജ്യാടിസ്ഥാനത്തിലായാലും മുസ്ലിങ്ങളുടെയും അവരുടെ സംസ്കാരത്തിനെയും എതിര് പറയുക, പരസ്യമായി പറയുക എന്നുള്ളത്. കുടിയേറ്റക്കാര്, ന്യൂനപക്ഷങ്ങള്, അതുപോലെ തന്നെയുള്ള ഒരുപാട് ഗ്രൂപ്പുകളെയൊക്കെ നിഷ്കാസനം ചെയ്തിട്ട് അവരുടെ മേൽക്കോയ്മ ഏതെല്ലാം തരത്തിൽ സ്ഥാപിക്കണം എന്ന് ആലോചിക്കുകയും പ്രചരിപ്പിക്കുകയും അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്യുകയും ഭരണകൂടത്തെയും അതുപോലെ തന്നെ മിലിറ്ററിയെയും അതുപോലെ പോലീസിനെയും പിന്നെ ജുഡീഷ്യറിയെയും ഒക്കെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം ആഗോളാടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ അങ്കലാപം സൃഷ്ടിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളിലെ അരക്ഷിതാവസ്ഥ, അമേരിക്കയുടെ ന്യൂനപക്ഷങ്ങളിലെ അരക്ഷിതാവസ്ഥ ഉണ്ട്, യൂറോപ്പിലെ ന്യൂനപക്ഷങ്ങളിലെ അരക്ഷിതാവസ്ഥ ഉണ്ട്, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളിൽ അവരുടെ ഭാവിയെ സംബന്ധിച്ച് ബേജാറുണ്ട്. ഈ ബേജാറും വെപ്രാളവും അവരുടെ മാനസികമായ നിലനിൽക്കും. ഒരുപാട് തരത്തിലെ രോഗങ്ങളുണ്ടാക്കും, കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവരുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തും. അതൊക്കെ വലിയൊരു സംഗതിയാണ്. ചിലത് സൈക്കോളജിക്കൽ വാറാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ സൈക്കോളജിക്കൽ വാറാണ്. അതായത് ഏതെങ്കിലും ഒരു ആളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ UAP മറ്റൊക്കെ ചുമത്തി കഴിഞ്ഞാൽ ഇനി മറ്റുള്ളവരും അങ്ങനെ തന്നെയാണ് എന്ന് മറ്റുള്ളവർ പഠിപ്പിക്കുക. അതുപോലെ ഓരോ തരത്തിലുള്ള ആധുനിക ലോകത്തെ എല്ലാവിധ തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സത്യവിശ്വാസത്തിന്റെയും നീതിയുടെയും ആൾക്കാരെ ഇങ്ങനെ മാനസികമായി പീഡിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഖുർആന്റെ ഈ കൗൺസിലിംഗ് വളരെ അനിവാര്യമാണ്. സത്യവിശ്വാസികൾക്ക് യാഥാർത്ഥ്യബോധം ഉണ്ടായി പ്രപഞ്ചം ഭരിക്കുന്ന ഇത്തരം ആളുകളല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവനെ വിശ്വസിച്ച ആളുകളെ രക്ഷിക്കാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്താ വേണ്ടിയത്? അല്ലാഹുവിനെ അനുസരിക്കുക. അവൻ പറഞ്ഞതനുസരിച്ച് ഒത്തൊരുമിച്ച് നിൽക്കുകയും അവന്റെ മാർഗം പിന്തുടരുകയും അവനിലേക്ക് സദാ മടങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർത്താൽ നിങ്ങൾ വിജയിക്കും. അല്ല നമ്മൾ നമ്മുടേതായ പ്ലാനും പദ്ധതിയും പരിപാടിയൊക്കെ അയച്ച് ഈ പറഞ്ഞ സംഗതികളൊക്കെ എതിർത്ത് തോൽപ്പിച്ചു കളയാമെന്ന് വിചാരിച്ചാൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ സഹായം ഉണ്ടായി ബദറിൽ ജയിച്ച ആളുകള് കുറച്ച് ലേശം ഒരു പൊങ്ങച്ചോടുകൂടി വഹദിൽ അടി വാങ്ങിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചതാണ്. പിന്നെ അന്തക്കുലും ഭിന്നയോഗത്തെ ചെയ്തിട്ട് അല്ലാഹുവിന്റെ സഹായം ഉണ്ടായി മക്ക ഫതഹ് കഴിഞ്ഞിട്ട് പിന്നീട് പോയി ഹുനൈനിലേക്ക് പോയി. അത് ഒരു കവിയെഴുതി, സ്വാധീനത കണ്ടിട്ട് നീ ഞെളിയണ്ട, ഹുനൈന് യുദ്ധം തോറ്റതെന്താ വേണ്ട. ഒരുപാട് വിജയങ്ങൾ വാങ്ങിയതിനു ശേഷം അല്ലാഹുവിന്റെ പ്രവാചകന്റെ കീഴിൽ തന്നെ 10,000-ലധികം സൈന്യം അതിശക്തമായി ഇന്ന് നമുക്ക് നമ്മളെ വിജയിപ്പിക്കാൻ കഴിയുമെന്ന ഒരു ചിന്താഗതി അവരുടെ മനസ്സിലുണ്ടായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആന്റിസിപ്പേറ്റ് അവിടുന്ന് ഹുനൈനിൽ ആ റസൂലിന്റെ ചുറ്റും ആകപ്പാടെ 120 ആള്, ബാക്കി 2000 ആള് എല്ലാവരും ഓടിക്കളഞ്ഞു എന്നുള്ളതാണ്. ഒരുപാട് എണ്ണത്തിന് വെട്ടും ചവിട്ടും കൂത്തും ഒക്കെ കിട്ടി, കുറെ എണ്ണത്തിന് തലയിൽ പോയി ആര് സഹാബാക്കിറാങ്ങള്. അപ്പൊ ഏതെങ്കിലും ഒരവസ്ഥയിൽ സത്യവിശ്വാസി സ്വയം അഹങ്കാരത്തിന്റെ ഒരു വഴി സ്വീകരിച്ചാൽ പരാജയം പ്രവാചകനോടൊപ്പമായാലും നിങ്ങൾക്ക് നാം വിൽക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹദിലും ഹുനൈനിലൂടെ പഠിപ്പിച്ചു. ഏത് നിമിഷവും നമ്മൾ വിനയാനന്ദരായി സമർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഉപദേശങ്ങളും വിധിവിലക്കുകളും അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു മനസ്സ് തുറന്നാൽ വിജയം സത്യവിശ്വാസികൾക്കാണ്. കാരണം നിങ്ങൾ വിശ്വാസികളാവുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ ദുഃഖിതരോ വ്യാകുല ചിത്തരോ ആകേണ്ടതില്ല. അൻതുമുൽ അഅലൗന, നിങ്ങളാണ് ഉന്നതർ. ആ ഔന്നത്യത്തിൽ അല്ലാഹു നമ്മളെ നിർത്തണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുറുകെ പിടിച്ച് ജീവിക്കേണ്ടതുണ്ട്. നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നത്? അത് അങ്ങനെ അല്ല എന്നതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള ഭയങ്കരമായ സംഭവം ഉണ്ടാവുന്നത്. എന്ത് വന്നാലും പുറത്തെന്ത് സംഭവിച്ചാലും പേടിക്കേണ്ട. സത്യവിശ്വാസി ദൃഢമായി അല്ലാഹുവിനെ പിടിച്ചു നിൽക്കുക എന്ന് പ്രവാചക ജീവിതത്തിലൂടെ ഒരുപാട് തെളിവുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു. അതൊക്കെ നോക്കി പഠിച്ചു മനസ്സിലാക്കി ജീവിത വിജയം നേടാൻ
യഥാർത്ഥ നിയോഗിക്കപ്പെട്ടവരാണ് സത്യവിശ്വാസികൾ എന്ന ഉത്തമ ബോധമാണ് ഇത്തരം കൗൺസിൽ. ഒരു മാസ് കൗൺസിലിംഗ് ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിരിക്കുന്നതാണ്. ഈ സമുദായത്തിന് ആവശ്യമുണ്ട്. എല്ലാ മേഖലകളിൽ സമുദായത്തിന്റെ ആൾക്കാർ കൂടുമ്പോൾ ഒരു തരം നിരാശയുടെ വർത്താനാണ് പറയുന്നത്, ഒരു തരം ഒരു വേജാറിന്റെ വർത്താനമാണ്. ഭാവിയെ കുറിച്ച് ഇരുളഞ്ഞ പോലത്തില്ല സംസാരിക്കുക. ഇസ്ലാം അനുവദിക്കുന്നില്ല, ഖുർആൻ അനുവദിക്കുന്നില്ല, അള്ളാഹ് അനുവദിക്കുന്നില്ല, പ്രവാചകൻ അനുവദിക്കുന്നില്ല. ഭാവി സത്യവിശ്വാസിയുടെ ഇരുളഞ്ഞതല്ല, പ്രകാശപൂരിതമാണ്. ഇന്ന് പ്രകാശമെങ്കിൽ അതിനേക്കാൾ വലിയ പ്രകാശമാണ്. ഏത് നിമിഷവും ഏത് സത്യവിശ്വാസിയും ഫിത്നയെ ഭയപ്പെടാത്ത അള്ളാഹുവാണ് ഫിത്നയുടെ സൃഷ്ടിപ്പ് നടത്തുന്നത്. എവിടെ ആർക്ക് എത്ര ഏത് അളവിൽ ഫിത്ന വേണമെന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അപ്പൊ ഫിത്നയെ ഭയപ്പെടാത്ത ഒരു മനസ്സാണ് വിശ്വാസികൾ ഉണ്ടാകേണ്ടതെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ അത് പഠിച്ച് അതിന്റെ ആ ഒരു ശക്തിയുടെ ഒരു സെൽഫ് കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം ഉണ്ടാവുന്ന വിശ്വാസികളാവണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അന്തസ്സോടെ സത്യവിശ്വാസിയായി നിലനിൽക്കണമെങ്കിൽ വിവരം വേണം, വിശ്വാസം വേണം, ദൃഢമായ ബോധ്യം വേണം, ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവും വേണം. അത് ആർജിച്ചെടുക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم اغفر لنا ابو بكر وعمر وعثمان وعلي حمزة والعباس والحسن والحسين هم بقية أصحاب رسول الله أجمعين. കരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഭാര്യസന്താനങ്ങൾ, സുഹൃത്തുക്കൾ, ഉസ്താദന്മാർ, മറ്റു മിത്രങ്ങൾ, വേണ്ടപ്പെട്ട ആൾക്കാർ മുഴുവൻ സത്യവിശ്വാസം എല്ലാവർക്കും നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുമാകാൻ തമ്പുരാനെ. ഞങ്ങളിന്ന് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ കബറുകൾ നീ സ്വർഗ പൂങ്കാവനങ്ങളുള്ള പൂങ്കാവനങ്ങളാക്കി കൊടുക്കണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളെ വേണ്ടപ്പെട്ടവർ ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തും ഉള്ള ഒരു ജീവിതം നൽകണേ തമ്പുരാനെ. ഏത് ദുർഘട സാഹചര്യത്തിലും അന്തസ്സാർന്ന സത്യവിശ്വാസിയാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ജീവിക്കാനും അങ്ങനെ മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളിലും സമ്പത്തുകളിലും നന്മ വർദ്ധിപ്പിച്ചിരണേ തമ്പുരാനെ. ഈ ദീൻ യഥാവിധി ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും അതിന്റെ സൽബലം അനുഭവിക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അങ്ങനെ ശാന്തമായി ജീവിച്ച് സംതൃപ്തമായി മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ സക്രാത്തിൽ മോക്ഷന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. കബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളായ കബറിടങ്ങളാക്കി മാറ്റി തരണേ തമ്പുരാനെ. റഹ്മാനെ തമ്പുരാനെ, നരകശിക്ഷ ഞങ്ങൾ ആക്കണേ തമ്പുരാനെ. മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കണേ നാഥ. സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്റെ ലിഖാവ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിച്ച് ഉത്തരം നൽകി ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ നാഥ. എപ്പോഴും പ്രാർത്ഥന നിരതമായ ഒരു മനസ്സുമായി ജീവിക്കാൻ, എപ്പോഴും സമർപ്പിതമായ നിനക്ക് സമർപ്പിതമായ ഒരു മനസ്സുമായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അൻസുർ അഅമാലൽ മുജാഹിദീന ഫീ കുല്ലി അമാകിനിൽ അർദ് യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.